ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഈ റോസാ ചെടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോസാ ചെടി നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും. അന്നേരം ഒരു ഈസി മെത്തേഡാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണയായിട്ട് എല്ലാവരും റോസാ കട്ടിങ് നമ്മൾ വെച്ച് പിടിപ്പിക്കാൻ നേരം റൂട്ടിംഗ് ഹോർമോൺ കടയിൽ പോയി വാങ്ങി ഒക്കെയാണ് നമ്മൾ ചെടിയുടെ കമ്പ് മുറിച്ച് നടുന്നത്. നേരം ഇത് നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ വാങ്ങാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്ത് എങ്ങനെ ഇതിൻ്റെ കമ്പ് പിടിപ്പിച്ചെടുക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട്. ഇത് കമ്പ് മുറിച്ച് കട്ട് ചെയ്യാൻ നേരം നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സിസർ യൂസ് ചെയ്ത് വേണം നമ്മൾ റോസായിൽ നിന്ന് കമ്പ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ക്ലീൻ സിസറോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ബ്ലേഡ്, ഓക്കെ, അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു പിച്ചാത്തി, ഇവയിൽ എന്തെങ്കിലും എടുത്ത് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ 5 to 6 ഇഞ്ചസ് നീളമുള്ള കമ്പ് മതിയായിരിക്കും പുതിയ ഒരു തൈ പിടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനന്നേരം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് മുറിച്ചെടുക്കാൻ പോകുകയാണ്. പിന്നെ ഒത്തിരി പേർക്കുള്ളൊരു സംശയമാണ് എന്താണ് ഈ റൂട്ടിംഗ് ഹോർമോൺ എന്ന്. അന്നേരം റൂട്ടിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന കെമിക്കൽസാണ് ഈ റൂട്ടിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ചെടി മുറിക്കുകയാണെങ്കിൽ അഥവാ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ നിന്ന് തന്നെ സാധാരണയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഒരു സർവൈവിങ് മെക്കാനിസം എന്ന് നമുക്ക് പറയാം. അതുപോലെ ഉണ്ടാകുന്ന കെമിക്കൽസിനാണ്, അതായത് പുതിയ റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റെമ്മിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽസിനാണ് നമ്മൾ ഈ റൂട്ടിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്. ഈ റൂട്ടിംഗ് ഹോർമോൺ നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഈ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ഗാർഡനിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന ഈ റൂട്ടിംഗ് ഹോർമോൺ അന്നേരം പ്ലാന്റിൽ നിന്ന് നാച്ചുറലായിട്ട് ഉണ്ടായി വരും റൂട്ടിംഗ്. അതിൻ്റെ തന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഫോമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത്. അല്ലാതെ തന്നെ നാച്ചുറലായിട്ടുള്ള റൂട്ടിംഗ് ഹോർമോൺസാണ് നമ്മുടെ അലോവേര, അതുപോലെ ഹണിയ്, മഞ്ഞൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോൺ. അല്ലാതെ പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നതാണ് ഓക്സിൻസ്, ഗിബർലിൻസ്, സൈറ്റോകിൻസ് എന്നൊക്കെ പറയുന്നതാണ് റൂട്ടിംഗ് ഹോർമോൺസ്. പ്ലാന്റിൽ നിന്ന് ഉണ്ടാകുന്നത്, അതായത് പുതിയ റൂട്ട്സും പുതിയ ഷൂട്ട്സും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി, പുതിയ ബ്രാഞ്ചസും പുതിയ വേരും ഒക്കെ പിടിപ്പിക്കാൻ ഉണ്ടാകാൻ വേണ്ടി പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്. മെയിനായിട്ടും ഓക്സിൻസ് എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഈ പ്ലാന്റിന് റൂട്ട് വരുത്തുന്നത്. അതായത് ഒരു പുതിയ ഒരു കമ്പ് നമ്മൾ മുറിച്ചാൽ അതിന് റൂട്ട് വരാൻ സഹായിക്കുന്നത്. അന്നേരം നമ്മൾ ഈ കടയിൽ നിന്നൊന്നും റൂട്ടിംഗ് ഹോർമോൺ വാങ്ങേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറേ അതായത് തന്നെ കറുവപ്പട്ടയുടെ പൊടിയെ, അലോവേരയെ, മഞ്ഞൾ, ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള റൂട്ടിംഗ് ഹോർമോൺസാണ്. അന്നേരം നിങ്ങൾക്ക് റൂട്ടിംഗ് ഹോർമോണിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ കമ്പെല്ലാം മുറിച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കമ്പെല്ലാം സിസർ ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക. അതായത് കൈയും വെച്ച് മുറിച്ചെടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഉണ്ടാകാൻ കുറച്ച് പാടുപെടും. അതുപോലെ തന്നെ ഇത് നല്ല ക്ലീനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനിയും നമുക്ക് ഈ ഒരു നാച്ചുറലായിട്ടുള്ള റൂട്ടിംഗ് ഹോർമോൺ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി, അതായത് ഒരുപാട് കെമിക്കൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഒന്നും ഇല്ലാത്ത നാച്ചുറൽ മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത്. അന്നേരം 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. എന്തുമാത്രമാണോ നമുക്ക് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. അതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് വെള്ളമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചേർക്കാൻ പാടില്ല. ജസ്റ്റ് നമ്മുടെ നാച്ചുറൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ തേനും മാത്രം ചേർത്ത് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഈ മുറിച്ച കമ്പ് മുക്കിയെടുക്കുക. കമ്പ് മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ചു വേണം എപ്പോഴും നമ്മൾ നടുന്ന ഭാഗത്ത് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലെ ആ പച്ച ഭാഗം നടുന്ന ഇതേപോലെ ഒന്ന് ചിരണ്ടി കളയുക. ഈ ഒരു പച്ച ഭാഗം ഒന്ന് ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൂട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ ചെയ്യാൻ നേരം ഒരുപാടങ്ങ് ജസ്റ്റ് അതിൻ്റെ ആ ഒരു സ്കിന്നൊന്ന് പോകത്തക്ക രീതിയിൽ ചെറുതായിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അന്നേരം എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് തേനിലൊന്ന് മുക്കി എടുക്കാൻ പോവുകയാണ്. ഈ തേനും നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തുള്ള ഈ റൂട്ടിംഗ് ഹോർമോൺ മിക്സ് നല്ലതുപോലെ ആ ഒരു നമ്മൾ നടാൻ പോകുന്ന ഭാഗത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക.
ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് ഡ്രൈ ആകാൻ വെക്കണം, അതായത് ഒന്ന് ഉണങ്ങാൻ വെക്കണം. ഉടനെ തന്നെ കൊണ്ടുപോയി നട്ട് വെക്കരുത്. ജസ്റ്റ് ഒരു 30 മിനിറ്റ്സോളം ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കുക. അതിന് ശേഷം മാത്രമേ നമ്മളത് നട്ട് വെക്കാൻ പാടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി നട്ട് വെക്കരുത്. മഞ്ഞളിന് എല്ലാവർക്കും അറിയാമല്ലോ, മഞ്ഞൾ നാച്ചുറലായിട്ട് നമ്മുടെ ഈ ഒരു കമ്പിനെ ഫംഗൽ ഇൻഫെക്ഷനിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഡിസീസിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും ഈ മഞ്ഞൾപ്പൊടി. അതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ 2 ഭാഗത്തും നിങ്ങൾ മഞ്ഞൾ ഇത് തേച്ചാലും കുഴപ്പമൊന്നുമില്ല. കാരണം കുറേ പേര് പറയുന്നു ഇത് നട്ട് കഴിഞ്ഞാൽ റൂട്ടിൻ്റെ ഭാഗത്തേക്കെല്ലാം കരിഞ്ഞു പോവുക, പഴുത്തു പോവുക, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ മഞ്ഞൾപ്പൊടി സഹായിക്കും. പിന്നെ ഹണി എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഒരു ആൻറ്റി ബാക്ടീരിയസൈഡിലാണ്. അന്നേരം അഥവാ ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒന്നും വരാതെ ഈ നമ്മുടെ തേനും നോക്കും. അന്നേരം ഈ ഹണിയും അതുപോലെ തന്നെ ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർന്ന ഒരു നല്ല ഒരു റൂട്ടിംഗ് ഹോർമോണാണ്, നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോൺ. ഇനിയും ഇത് ഞാനൊന്ന് ഡ്രൈ ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് മണ്ണിലേക്ക് നട്ടുവെക്കാം. അന്നേരം മണ്ണിൻ്റെ മിശ്രിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം, സാധാരണ മണ്ണ് മാത്രമാണെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഈ ഒരു പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മണ്ണുണ്ട്, കൊക്കോപ്പീറ്റുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മണലും കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരു മിക്സാണിത്. അത് ചെറിയ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് കളയുക. റൂട്ട് നല്ല സ്പ്രെഡായി വളരത്തക്ക രീതിയിലുള്ള ഒരു പോട്ടിംഗ് മിക്സ് വേണം നമ്മൾ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മണ്ണ് നല്ല ഫേമാക്കി ഉറപ്പിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ ഹോള് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റെം കട്ടിങ്സ് അതിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് ഞാനിതെല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. നട്ട് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊരിക്കലും നമ്മൾ വെയിലത്ത് കൊണ്ട് വെക്കാൻ പാടില്ല. പിന്നെ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കമ്പും മണ്ണും ഒന്ന് ജസ്റ്റ് മണ്ണിലൊരു ചെറിയൊരു നനവ് വേണം. അതിന് വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താലും മതി. സ്പ്രെയർ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താലും മതി. ഇത്രയും കാര്യങ്ങൾ മാത്രം. ഒരുപാട് വെള്ളം കൊണ്ട് ഒഴിക്കുകയോ ഒന്നും ചെയ്യരുത്, കാരണം മഞ്ഞളും തേനും ഒക്കെ അങ്ങ് പോകും. അന്നേരം അങ്ങനെ പോകാതെ ജസ്റ്റ് വെള്ളം തളിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതിനൊരു മോയ്സ്ചർ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട്, ഒരു നനവൊന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളിതൊരു കവർ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് മൂടി വെക്കുക. ഇതേപോലെ മൂടി വേണം വെക്കാൻ വേണ്ടി. ഒട്ടും ഇത് കവർ മാറിപ്പോവോ കാറ്റകത്ത് കയറാനോ ഒന്നും ഇടയാകരുത്. കാരണം അതിൻ്റെ അകത്തൊരു ഈർപ്പം നമ്മൾ നിലനിർത്തണം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റൂട്ട് പിടിപ്പിച്ച് എടുക്കാൻ പറ്റും. ഒരു ഈസി മെത്തേഡാണ് ഇത് റൂട്ട് പിടിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ കൊണ്ടൊരു തണലത്ത് വെക്കും. ഒട്ടും വെയിലത്ത് കൊണ്ടുപോയി വെക്കരുത്, തണലത്ത് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ വെച്ചതിന് ശേഷം 5-6 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് പൊക്കിയൊന്ന് നോക്കുകയോ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 10 ദിവസത്തോളം കഴിഞ്ഞു. 10-15 ദിവസം ആകാറായി. ഓക്കെ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും പുതിയ ഷൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ രീതിയിൽ അത് കിളിച്ച് നല്ലൊരു ഗ്രോത്താണ് കാണുന്നത്. അതായത് ഒട്ടും കരിഞ്ഞു പോവുകയോ കമ്പ് കരിഞ്ഞു പോവുകയോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതേ രീതിയിൽ തന്നെ നമ്മൾ വെക്കുക. ഇങ്ങനെ വെച്ച് കഴിയാവുന്നൊരു 1 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നല്ലതുപോലെ അതിന് വേരും വന്ന് കുറേ ബ്രാഞ്ചസും വന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകം നമ്മളിതുപോലെ കമ്പ് മുറിച്ച് നട്ടതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒട്ടും വെയിലത്ത് കൊണ്ട് വെക്കരുത്. അത് വെയിലടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കമ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസെക്ട്സ്, പ്രത്യേകിച്ച് ബഗ്സ്, ഈച്ച അങ്ങനെയുള്ള ഒന്നും ഇതിലേക്ക് വന്ന് ആക്രമിക്കാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റോസിൻ്റെ കമ്പ് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം അതൊന്നും വരാതെ നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്പേസിൽ വേണം ഈ റോസാ കമ്പുകൾ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. ഈ നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോണ് നമ്മൾ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റൂട്ടിംഗ് ഹോർമോണിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ വീട്ടിലുള്ള നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോണാണ് മോർ എഫക്റ്റീവ് എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായിരുന്നത്. കണ്ടോ, പുതിയ ഷൂട്ട്സൊക്കെ വരുന്നുണ്ട്. ഇനിയും ഇത് നല്ലതുപോലെ കിളിച്ചു വരും.
ഇങ്ങനെ നിങ്ങൾക്ക് നാടൻ റോസ് ചെയ്യാൻ പറ്റും. വേറെ ബഡ് റോസ് ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഞാൻ നാടൻ റോസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. നിങ്ങൾക്കെല്ലാവർക്കും വളരെ നല്ലതായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അതുപോലെ ലിൻസീസ് ലിങ്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. റോസാ ചെടികൾ എപ്പോഴും നമ്മൾ കീടങ്ങളൊന്നും ആക്രമിക്കാതെയും അതുപോലെ തന്നെ ചെലന്തി അങ്ങനെയുള്ളതൊന്നും വന്ന് കുത്താതെയും ഒക്കെ നോക്കുക. ഇങ്ങനെ കുറച്ച് നമ്മൾ കെയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ പൂക്കുന്ന ഒരു ചെടിയാണ് റോസാ ചെടി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാനും പറ്റും. ബൈ ഫ്രണ്ട്സ്, സീ യു നെക്സ്റ്റ് വീഡിയോ.